ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ജാഗ്രത തുടർന്ന് രാജ്യം. സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8-ന് ആരംഭിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 21 വരെ അവസരം. വെട്ടുകാട് തിരുനാളിന് നാളെ കൊടിയേറും. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ജാഗ്രത തുടർന്ന് രാജ്യം. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പൊതു ഇടങ്ങൾ തുടങ്ങി എല്ലായിടത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ സ്ഫോടനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ നബി മുഹമ്മദാണ് എന്ന് സ്ഥിരീകരിച്ചു. സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ ഉമറിന്റെ കുടുംബവുമായി യോജിക്കുന്നതാണെന്ന് DNA പരിശോധനയിലൂടെ കണ്ടെത്തി. സ്ഫോടനത്തിന് 11 ദിവസം മുമ്പ് ഇയാൾ കാർ വാങ്ങിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉമറിന് തീവ്രവാദ ബന്ധം ഉണ്ട് എന്നായിരുന്നു ഡൽഹി പോലീസ് റിപ്പോർട്ട്. ഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായി രാഷ്ട്രപതി ഒരു നിമിഷം മൗനം ആചരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ ശ്രീമതി മുർമു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. दिल्ली में हुई दुखद विस्फोट में मरे गए लोगों के परिवार और मित्रों के प्रति अपनी हार्दिक संवेदना व्यक्त करना चाहूंगी. जो लोग अपने परिवार, अपने देश को छोड़ के गए हैं, उनके आत्मा के सद्गति के लिए प्रार्थना करें. പ്രോജക്ട് ചീറ്റയ്ക്ക് കീഴിൽ ബോട്സ്വാനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൈമാറുന്നതിന്റെ പ്രതീകാത്മക ചടങ്ങിനും രാഷ്ട്രപതി സാക്ഷ്യം വഹിച്ചു. 8 ചീറ്റകളെയാണ് ബോട്സ്വാന ഇന്ത്യയ്ക്ക് സംഭാവന ചെയ്യുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയ്ക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നാക് അംഗീകാരമുണ്ടെന്ന സർവകലാശാലയുടെ വെബ്സൈറ്റിലെ വിവരം വസ്തുതാവിരുദ്ധമാണെന്ന് നോട്ടീസിൽ പരാമർശിക്കുന്നു. ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടും സർവകലാശാല കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പോളിംഗിന് ഉപയോഗിച്ച EVMകളും VVPATകളും സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാർ വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകൾ സംപ്രേഷണം ചെയ്യും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ രാജ്യത്താകെ 42 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആകെ 51 കോടി വോട്ടർമാരുടെ 82.7%. കേരളത്തിൽ ഇന്നലെ വരെ 1,74,05,932 പേർക്കാണ് ഫോം നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ മലപ്പുറം ജില്ലയിൽ സന്ദർശനം നടത്തി. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 15 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ 22 പേരുടെ പട്ടിക പുറത്തിറക്കിയിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക LDFും പ്രഖ്യാപിച്ചു. 24 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും BJP പുറത്തിറക്കി. കൊല്ലം കോർപ്പറേഷനിലെ 54 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ LDFും പ്രഖ്യാപിച്ചു. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന എരമല്ലൂർ ജംഗ്ഷന് സമീപം കോൺക്രീറ്റ് ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ദുഃഖം രേഖപ്പെടുത്തി. അന്വേഷണത്തിനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് ഇന്ന് രാവിലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്.
ആലപ്പുഴ ജില്ലയിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം പരിശോധനയ്ക്കെത്തി. ജില്ലയിൽ 20 പഞ്ചായത്തുകളിൽ കുളമ്പ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 4 പശുക്കളാണ് ചത്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. രോഗം അതിവേഗത്തിൽ പടരുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി ജില്ലയിലെത്തിയത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിൽ നിന്നുള്ള വിദഗ്ധരും ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥരും കേന്ദ്ര സംഘത്തിനൊപ്പമുണ്ട്. ജില്ലയിൽ കന്നുകാലികളെ കൈമാറ്റം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട് തീരദേശ മേഖലകളിലാണ് കുളമ്പ് രോഗം കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ശബരിമല നട തുറക്കാൻ ഇനി 2 നാൾ മാത്രം ബാക്കി. 14 ദിവസത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തീകരിച്ചു. 20 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ നാളെ കൊടിയേറും. ഈ മാസം 28 വരെ നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്കാണ് നാളെ തുടക്കമാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഈ വർഷത്തെ വെട്ടുകാട് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തിരുനാളിന് കൊടിയേറ്റും. ഇടവകയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച 4 വീടുകളുടെ താക്കോലുകൾ കൈമാറും. തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് 23-ന് നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 28-ന് വൈകുന്നേരം 5-ന് നടക്കുന്ന ചടങ്ങിൽ ഇടവക വികാരി കൊടിയിറക്ക് ചടങ്ങ് നടത്തും. വെട്ടുകാട് തിരുനാൾ പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കാട്ടാക്കട താലൂക്കിലെ അമ്പൂരി, വാഴച്ചാൽ, കള്ളിക്കാട്, ഒറ്റശേഖരമംഗലം, കീഴാറ്റൂർ, കുളത്തുമ്മൽ, മാറനെല്ലൂർ, മലയൻകീഴ്, വിളവൂർക്കൽ, വിളപ്പിൽ വില്ലേജ് പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മന്ദരോഗത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ ബോധവത്കരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി. മന്ദരോഗം മാരകമല്ലെങ്കിലും അംഗവൈകല്യത്തിന് കാരണമാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ 883 പേരാണ് മന്ദരോഗ ബാധിതരായിട്ടുള്ളത്. ഇതിൽ 290 പേർ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലാണ്. കൊതുക് കടി വഴി മന്ദരോഗ വിരകൾ മനുഷ്യരിലേക്ക് എത്തുമ്പോഴാണ് രോഗം വരുന്നത്. രാത്രിയിൽ മൈക്രോഫൈലേറിയ മനുഷ്യ ശരീരത്തിലെ ഉപരിതല രക്തപ്രവാഹത്തിൽ എത്തിച്ചേരുന്നു. ഇത്തരം ആളുകളെ കൊതുക് കടിക്കുമ്പോൾ കൊതുകിന്റെ ശരീരത്തിലേക്ക് വിരകൾ പ്രവേശിക്കുകയും 7 മുതൽ 21 ദിവസം കൊണ്ട് മറ്റൊരാളിലേക്ക് രോഗം പകർത്താനുള്ള ശേഷി കൊതുക് കൈവരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ആരംഭിക്കും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30-നാണ് മത്സരം. രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം നവംബർ 22 മുതൽ 26 വരെ ഗുവാഹത്തിയിൽ നടക്കും. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 12 പോയിന്റ് ഉയർന്ന് 84,479-ലും നിഫ്റ്റി 3 പോയിന്റ് ഉയർന്ന് 25,879-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഇന്ന് 2 തവണയായി പവന് 2,280 രൂപ വർദ്ധിച്ച് 94,320 രൂപയാണ് വില. പ്രമുഖ ആയുർവേദ ചികിത്സകൻ ഡോക്ടർ CA രാമൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം നിമിത്തം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നെഹ്റു പ്രതിമയിൽ നിയമസഭാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തും. സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്നതാണ് ഇത്തവണത്തെ ശിശുദിന മുദ്രാവാക്യം. സംസ്ഥാനമൊട്ടാകെ ശിശുദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ജാഗ്രത തുടർന്ന രാജ്യം. സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8-ന് ആരംഭിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 21 വരെ അവസരം. വെട്ടുകാട് തിരുനാളിന് നാളെ കൊടിയേറും. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി. സംസ്ഥാനത്ത് വിവിധ
ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.